ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തൊരു ചെറിയ ട്രീറ്റ്. അവൻ ക്യാംബ്രിഡ്ജ് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ അവനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് ബാംഗ്ലൂരിലെ ബെന്നർഘട്ട പ്ലാറ്റ്ഫോം 65 എന്ന് പറയുന്ന ട്രെയിൻ തീം റെസ്റ്റോറൻ്റാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് റെസ്റ്റോറൻ്റാണ് ഈ ഒരു പ്ലാറ്റ്ഫോം 65. ബിക്കോസ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു പ്ലാറ്റ്ഫോം കണക്കാക്കി വെച്ചിരിക്കുന്നതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും ഇപ്പം നമ്മളെ പേരൻസിനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ആ ഒരു അറ്റ്മോസ്ഫിയർ. ഓരോ ഡൈനിങ്ങും ഓരോ പ്ലാറ്റ്ഫോമായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വരുന്നത് ഈ ഒരു ട്രെയിനിൽ, ഈ ഒരു ടോയ് ട്രെയിനിലാണ്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ഗ്രീൻ സിഗ്നൽ കാണിക്കും, എന്നിട്ടിത് തിരിച്ചു പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ റെഡ് സിഗ്നൽ കാണിക്കും. അങ്ങനെ കൈൻഡ് ഓഫ് നമ്മളൊരു പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന ആ ഒരു സൗണ്ടും വൈബും ഒക്കെ തന്നെയാണ്. അർഷിവിനെ ഇരുത്താൻ നോക്കിയിട്ട് ഇരിക്കുന്നേ ഇല്ലായിരുന്നു. കാരണം അവന് അത് വന്നും പോയി നിൽക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുക, ഇരുന്നതേ ഇല്ല. അങ്ങനെ തന്നെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. വേറൊരു ഫ്ലേവറായിരുന്നു അതിൻ്റെ. അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുന്നത് നല്ല സ്പൈസിയാണ്. കൊച്ചുങ്ങൾക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പനീറും ഗീ റൈസും പിന്നെ നാണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ഡ്രാഗൺ ചിക്കനാണ് അത് ചെയ്തത്. അതെല്ലാം കൊള്ളായിരുന്നു. ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു. ആരവിനാണെങ്കിൽ ഇങ്ങനൊരു തീം റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നും ഇങ്ങനെ അവന് സർപ്രൈസായിട്ട് കിട്ടുന്നതെന്നൊക്കെ ആ ഒരു ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവൻ നമുക്ക് പോലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിൽ നിന്ന് ചേച്ചിയൊക്കെ വരുമ്പോൾ കൊണ്ടുവരണമെന്നൊക്കെ അവൻ പ്ലാൻ ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.